സോ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോയിൽ, ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. അപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ വോൺ ന്യൂമാനെ പറ്റി കുറച്ച് മുന്നേ കണ്ടിരുന്നു, വോൺ ന്യൂമാൻസ് ആർക്കിടെക്ചറൊക്കെ കണ്ടിരുന്നു. അപ്പം വോൺ ന്യൂമാനാണ് ഇങ്ങനെ ഒരു സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ കമ്പ്യൂട്ടർ തുടക്കത്തിലൊക്കെ 1940s എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാൽക്കുലേറ്ററിൻ്റെ പോലെ നമ്മൾ ഓരോരോ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ആൻസർ തരുന്നത്. അതായത് നമ്മൾ എന്താണോ പറയുന്നത് അത് ചെയ്തു തരുന്നത്. അതിന് പകരമായിട്ട് ഈ വോൺ ന്യൂമാനാണ് ഒരു നമുക്ക് ചെയ്യേണ്ടുന്ന ഒരു കമ്പ്യൂട്ടർ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം കൂടി അതിൻ്റെ മെമ്മറിയിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻസിൻ്റെ അനുസരിച്ച് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന ഒരു കൺസെപ്റ്റ്. അതായത് എന്താണോ ചെയ്യേണ്ടത് എന്നുള്ള ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസും കൂടി കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സൂക്ഷിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, കമ്പ്യൂട്ടർ ഈസ് എ ഡാറ്റ പ്രോസസ്സിംഗ് ഡിവൈസ് ദാറ്റ് വർക്ക്സ് അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാം സ്റ്റോർഡ് ഇൻ ഇറ്റ്. അതായത് അതിൻ്റെ സൂക്ഷിച്ചു വെച്ച പ്രോഗ്രാമിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡാറ്റ പ്രോസസ്സിംഗ് ഡിവൈസാണ് കമ്പ്യൂട്ടർ. ഡാറ്റ പ്രോസസ്സിംഗ് എന്ന ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റേനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഔട്ട്പുട്ട് തരുന്ന മെഷീനാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി അതിന് പറഞ്ഞു കൊടുക്കണം. അതിനാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ എ പ്രോഗ്രാം ഈസ് എ ഡീറ്റെയിൽഡ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ടു ദ കമ്പ്യൂട്ടർ ഫോർ എക്സിക്യൂട്ടിങ് എ സ്പെസിഫിക് ടാസ്ക്. അപ്പം എന്താണോ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമും മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കുന്നു. ഇതിനെയാണ് നമ്മൾ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മെമ്മറിയിൽ ഉണ്ടാവുക. ഒന്ന് ഡാറ്റ ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി എടുത്തിട്ടാണ് കമ്പ്യൂട്ടർ അതിന് ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസും കൂടി എടുത്തിട്ടാണ് കമ്പ്യൂട്ടർ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഔട്ട്പുട്ട് തരുന്നത്. അപ്പോൾ എപ്പോഴാണ് കമ്പ്യൂട്ടർ തെറ്റായിട്ടുള്ള ഔട്ട്പുട്ട് തരുന്നത്? എയ്തർ ദ പ്രോഗ്രാം ഈസ് റോങ് ഓർ ദ ഇൻപുട്ട് ഈസ് റോങ്. ഈ രണ്ട് കേസിലാണ് കമ്പ്യൂട്ടർ റോങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് തരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടു, അഗസ്റ്റ അഡ ലോറൻസ് വാസ് ദ ഫസ്റ്റ് പ്രോഗ്രാമർ. നമ്മളുടെ ചാൾസ് ബാബേജിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ട് ഇവരായിരുന്നു ആദ്യത്തെ പ്രോഗ്രാമറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് പ്രോഗ്രാം എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കണം. PROGRAM ആണ് കേട്ടോ നമ്മളെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ സ്പെല്ലിങ്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ഡിസൈൻ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻസ്ട്രക്ഷൻസ് ടു എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന ഒരു ലാംഗ്വേജാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് കമ്പ്യൂട്ടറിൻ്റെ ബിഹേവിയറിനെ തീരുമാനിക്കുന്നത്. എങ്ങനെയാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഒരു സീരീസ് ഓഫ് ചേഞ്ചസ് വന്നിട്ടാണ് ഇന്നത്തെ രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ വൈഡായിട്ട് മൂന്നായിട്ട് തിരിക്കാം. അതാണ് മൂന്നെണ്ണം കാണിച്ചിരിക്കുന്നത് അവിടെ: മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതിൽ മെഷീൻ ലാംഗ്വേജിന് തന്നെയാണ് നമ്മൾ ബൈനറി ലാംഗ്വേജ് എന്നും കൂടി പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് മെഷീൻ ലാംഗ്വേജ് എന്ന് നോക്കാം. അപ്പോൾ ഈ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. അപ്പോൾ എപ്പോഴും ഈ മെഷീനിന് ഡീൽ ചെയ്യാൻ പറ്റുന്ന സിഗ്നൽസ് എയ്തർ ഇറ്റ് വിൽ ബി 0 ഓർ ഇറ്റ് വിൽ ബി 1. അപ്പോൾ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. ഡിജിറ്റൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓൺ ഓർ ഓഫ് എന്നുള്ള രണ്ട് സ്റ്റേറ്റ് മാത്രമുള്ളത്. നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ അനലോഗായിട്ടും ഡിജിറ്റലായിട്ടുള്ള ഗ്രാഫ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കമ്പ്യൂട്ടർ ക്യാൻ ഓൺലി ഡീൽ വിത്ത് ദ ഡിജിറ്റൽ സിഗ്നൽസ്. അപ്പോൾ അങ്ങനത്തെ വൺസ് ആൻഡ് സീറോസിൻ്റെ ഗ്രൂപ്പായിട്ട് നമ്മൾ എപ്പോഴാണോ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും നമ്മൾ വൺസിൻ്റെയും സീറോസിൻ്റെയും സ്ട്രിങ്സ് ഒരു ഗ്രൂപ്പായിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ, അത് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അതായത് ഒരു മെഷീനിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തരത്തിലുള്ള ലാംഗ്വേജ് എഴുതുന്നു, വേറൊരു മെഷീനിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള പ്രോഗ്രാം എഴുതുന്നു. ചിലപ്പോൾ അതന്നെ വേറൊരു മെഷീനിൽ ചെയ്യണമെങ്കിൽ വേറെ തരത്തിലായിരിക്കും നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ടി വരിക. അതായത് വേറൊരു മെഷീൻ എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊരു തരത്തിലുള്ളൊരു മെഷീനാണെങ്കിൽ.
പിന്നെ ഇത് ഇങ്ങനത്തെ വൺസ് ആൻഡ് സീറോസ്, അതായത് നിങ്ങൾക്ക് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഈ വൺസ് ആൻഡ് സീറോസിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, ബൈനറി ലാംഗ്വേജ്. അപ്പോൾ ഈ ബൈനറി ലാംഗ്വേജിൽ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതേമാതിരി തന്നെ എഴുതാനും തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ ആസ്കി വാല്യൂ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അതായത് ഒരേ ഒരു ലെറ്ററിന് തന്നെ, എ എന്ന് പറയുന്ന ഒരു ലെറ്ററിന് തന്നെ നമുക്കൊരു നീണ്ട 7 സ്ട്രിങ്സ് ഉള്ള വൺസ് ആൻഡ് സീറോസിൻ്റെ ഒരു ഗ്രൂപ്പായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഇൻസ്ട്രക്ഷൻ എഴുതണമെങ്കിൽ തന്നെ ഇറ്റ് വിൽ ബി ടു ലെങ്തി. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് മെഷീൻ ലാംഗ്വേജിൻ്റെ. ഇനി അടുത്തതായിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന രണ്ടാമത്തെ തരത്തിലുള്ള ലാംഗ്വേജാണ് പിന്നീട്. അതായത് ഈ അസംബ്ലി ലാംഗ്വേജിൽ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇംഗ്ലീഷ് ലൈക്ക് കോഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാനാണ് നമ്മൾ ന്യൂമോണിക് കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താഴെ എക്സാമ്പിളിൽ കണ്ടുവല്ലോ, ആഡ് A, B എന്ന് പറഞ്ഞാൽ A+B എന്നാണ് അർത്ഥം. അതിന് പ്ലസ് എന്നുള്ള സിമ്പലിന് പകരം ഒരു കോഡാണ് ഉപയോഗിക്കുന്നത്, ആഡ് എന്ന് പറയുന്നത്. പിന്നീട് വേറൊരു എക്സാമ്പിളാണ് മൂവ് DS, DX എന്ന് വെച്ചാൽ ഇതൊക്കെ രജിസ്റ്റേഴ്സാണ്. ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ DS എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള ഡാറ്റ DXലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമാൻഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ന്യൂമോണിക് കോഡ്സ് പഠിക്കുക തന്നെ വേണം. ഓരോരോ പർപ്പസിന് ആവശ്യമായിട്ടുള്ള കോഡുകൾ നമ്മൾ പഠിക്കണം. നമ്മൾ എഡ്സാക്ക് എന്ന് പറയുന്ന മെഷീനിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് മെഷീൻ ലാംഗ്വേജ് കോഡ് ചെയ്യാൻ തുടങ്ങിയത്. എഡ്സാക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. ഇതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കുറേ തരത്തിലുള്ള മെഷീൻസ്, എഡ്വാക്ക്, എനിയാക്ക്, യൂണിവാക്ക് ഒക്കെ പഠിച്ചിരുന്നു. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇതും മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അസംബ്ലി ലാംഗ്വേജും മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നീടാണ് നമ്മൾ മൂന്നാമത്തെ തരത്തിലുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ വൈഡ്ലി യൂസിലുള്ള ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. നിങ്ങൾക്ക് ഇപ്പം പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റി നിങ്ങൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കുട്ടികൾ പഠിക്കുന്നതെല്ലാം ഹൈ ലെവൽ ലാംഗ്വേജാണ് നോർമലി. അപ്പോൾ C++, ജാവ പോലെയുള്ള ലാംഗ്വേജസൊക്കെ, അതിൽ നിങ്ങൾ പഠിക്കുന്നത് C++ എന്ന് പറയുന്ന, ഈ വർഷം നമുക്ക് ഒരു 4ാമത്തെ ചാപ്റ്റർ തൊട്ട് അങ്ങോട്ടുള്ളത് C++ എന്ന് പറയുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ പഠിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് പ്യുവർലി ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജാണ്. ഇംഗ്ലീഷ് വേർഡ്സ് പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിൽ ഫോർട്രാൻ, ലിസ്പ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും പണ്ട് ഉപയോഗിച്ചിരുന്ന ഹൈ ലെവൽ ലാംഗ്വേജസ് ആയിരുന്നു. അതായത് ഹൈ ലെവൽ ലാംഗ്വേജ് തുടങ്ങുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന 2 ഈ 2. A0 എന്ന് പറയുന്നതായിരുന്നു ഫസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഇറ്റ് വാസ് ഡിസൈൻ ഫോർ യൂണിവാക്ക്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ജനറലായിട്ട്. ഇതിനെപ്പറ്റി നമ്മൾ അടുത്ത ചാപ്റ്ററുകളിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ലാംഗ്വേജസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന ഏതോ തരത്തിൽ എഴുതുന്നു എന്നർത്ഥം. ഏതോ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിൽ എഴുതുന്നു. അപ്പം സ്വാഭാവികമായിട്ടും കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? നമുക്കറിയാം, കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി ബൈനറി ലാംഗ്വേജ്. അപ്പോൾ വൺസ് ആൻഡ് സീറോസിൻ്റെ സ്ട്രിങ് ആയിട്ട് ഈ ഹൈ ലെവൽ ലാംഗ്വേജിനൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയാലും അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയാലും അതൊക്കെ കമ്പ്യൂട്ടർ മനസ്സിലാവണമെങ്കിൽ ഏത് തരത്തിലേക്ക് മാറ്റണം? അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം. അപ്പം ഈ C ആയാലും C++ ആയാലും ജാവ ആയാലും ഒക്കെ അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള വേറൊരാളും കൂടി അതിൻ്റെ കൂടെ വേണം. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പഠിക്കാനുണ്ട്. ഇനി അത് പിന്നീട് അടുത്ത ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ 3 തരമുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ലോ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്, HLL എന്ന് പറയും. മറ്റേതിന് ലോ ലെവൽ ലാംഗ്വേജിന് LLL എന്നും പറയും. ഇനി എന്താണ് അൽഗോരിതംസ് എന്ന് പറഞ്ഞാൽ? ആക്ച്വലി അൽഗോരിതം ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പർട്ടിക്കുലർ പ്രോബ്ലം. നമ്മൾ എങ്ങനെയാണോ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് അതിനെ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആക്കി എഴുതുന്നതിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കോഡ് എഴുതുന്നതിന് മുന്നെയാണ് നമ്മൾ അൽഗോരിതം എഴുതുക. അപ്പോൾ അൽഗോരിതം എഴുതിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ എഴുതുന്നതിനാണ് അൽഗോരിതം എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു വീടുണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ വീടുണ്ടാക്കണം എന്ന പ്ലാൻ ഉണ്ടായാൽ തന്നെ ഉടനെ നമ്മൾ പോയിട്ട് വീടുണ്ടാക്കാൻ തുടങ്ങുകയാണോ ചെയ്യുക? ആദ്യം അതിന് മുന്നേ അതൊരു കടലാസിൽ വരച്ച് നോക്കില്ലേ, പ്ലാൻ എങ്ങനെയായിരിക്കും, എത്ര ബെഡ്റൂം വേണം, എത്ര സൈസ് ഉണ്ടാവും, എത്ര വാതിൽ വേണം, എത്ര ജനൽ വേണം, അങ്ങനെയുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടല്ലേ നമ്മൾ വീടുണ്ടാക്കാൻ തുടങ്ങുള്ളൂ. അതേമാതിരി നമ്മളൊരു പ്രോഗ്രാം കോഡ് എഴുതുന്നതിന് മുന്നേ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു പർട്ടിക്കുലർ പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ അൽഗോരിതംസ് എന്ന് പറയുന്നത്. ഈ അൽഗോരിതംസാണ് പിന്നീട് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് മാറ്റി എഴുതാൻ പോകുന്നതെന്ന് അർത്ഥം.
ഇനി തിയറി ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. അതായത് നമ്മൾ ഈ എഴുതുന്ന അൽഗോരിതം എങ്ങനെയാണ്, എത്രത്തോളം നല്ലതാണ് എന്നുള്ള തീരുമാനിക്കുന്നതാണ് തിയറി ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും ഓരോ തരം ഐഡിയ ആയിരിക്കും ഉണ്ടാവുക. അതിനുള്ള ചിലത് ചിലപ്പം കൂടുതൽ പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും, ചിലത് കുറച്ച് വളഞ്ഞ വഴിയിൽ ചെയ്യുന്നതായിരിക്കും, ചിലത് കുറച്ച് റിസോഴ്സസ് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും നല്ല അൽഗോരിതം ഏതായിരിക്കും? ഏറ്റവും പെട്ടെന്ന് ഏറ്റവും കുറച്ച് റിസോഴ്സസ് മാത്രം എടുത്തിട്ട് ചെയ്യുന്ന മെത്തേഡായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഏറ്റവും നല്ല അൽഗോരിതംസ് എഴുതുക എന്നൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇപ്പം അൽഗോരിതം എന്താണെന്ന് മനസ്സിലാക്കുക. ഇറ്റ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പർട്ടിക്കുലർ പ്രോബ്ലം. ഇനി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സയൻറ്റിസ്റ്റിനെ പറ്റി കൂടി നമ്മൾ പഠിക്കുകയാണ്, അലൻ ട്യൂറിംഗ് എന്ന് പറഞ്ഞ. അപ്പം ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആരെയാണ് നമ്മൾ പഠിച്ചത്? ചാൾസ് ബാബേജിനെ പഠിച്ചു. പക്ഷേ ഈ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസും അതുമാതിരി ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ആരാന്ന് ചോദിച്ചാൽ ആ ആളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ്. അപ്പോൾ ഈ ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റാണ് ഫസ്റ്റ് ഒരു ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീൻ, ദാറ്റ് വാസ് എ തിയററ്റിക്കൽ മോഡൽ ഫോർ ദ ഫസ്റ്റ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ. പിന്നെ ഈ അലൻ ട്യൂറിംഗ് തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് അതിനെപ്പറ്റി പ്രപ്പോസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ? മെഷീൻ ക്യാൻ ഓൾസോ തിങ്ക് ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ്. ആ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് അലൻ ട്യൂറിംഗ് ആണ്. അപ്പോൾ ഈ അലൻ ട്യൂറിങ്ങിൻ്റെ കൂടുതൽ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ട്യൂറിംഗ് മെഷീനെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഇറ്റ്സ് എ തിയററ്റിക്കൽ മോഡൽ ഓഫ് ഫസ്റ്റ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ. ഇതാണ് നമ്മൾ കാണുന്ന ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ ഇൻഫിനിറ്റ്ലി ലോങ് ടേപ്പ്. അതായത് ഒരു വളരെ നീളമുള്ള ഒരു ടേപ്പ് അതിലുണ്ട്. ഇതാണ് ഈ ഒരു ടേപ്പ്. ഈ ഓരോ ടേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൻ്റെ ചുരുൾ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ പോയിട്ട് ഒരു ഹെഡ് ഉണ്ടാവും. ഇവിടെ ഹെഡിൽ ഹിറ്റ് ചെയ്യും. ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും ഒരു പോയിൻ്റ് പോലത്തെ ഒരു സ്ഥലം, അങ്ങനെ പോയിട്ട് ഇത് ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ ഈ പേപ്പർ ടേപ്പിൽ കുറേ സെല്ലുകൾ ഉണ്ടായിരിക്കും. സെല്ലെന്ന് പറഞ്ഞാൽ കുറേ എന്താണ് പറയുക, കളങ്ങൾ. ആ കളത്തിൽ എയ്തർ 1 വിൽ ബി മാർക്ഡ് ഓർ 0 വിൽ ബി മാർക്ഡ് ഓർ എൽസ് ഇറ്റ് വിൽ ബി ബ്ലാങ്ക്. 3 തരത്തിലുള്ള മാർക്കിംഗ് ആണ് ഓരോ കളത്തിലും ഉണ്ടാവുക. ഒന്നുകിൽ 1 ഉണ്ടാവും, അല്ലെങ്കിൽ 0 ഉണ്ടാവും, അല്ലെങ്കിൽ അത് ബ്ലാങ്ക് ആയിരിക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈ ഹെഡിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് ഒന്നുകിൽ അതിലുള്ള അതെന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് വായിക്കും. അതാണ് റീഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിലെന്തെങ്കിലും എഴുതാൻ സാധിക്കും. എഴുതാന്ന് വെച്ചാൽ ഈ 3 കാര്യങ്ങളാണ്. ഒന്നുകിൽ ലീവ് ബ്ലാങ്ക് ആയിട്ട് വിടും, അല്ലെങ്കിൽ 1 എഴുതും, അല്ലെങ്കിൽ 0 എഴുതും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ ബി മൂവ്ഡ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ്. ഇങ്ങനത്തെ ഒരു മെഷീനാണ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടറിൻ്റെ പോലെ ആക്ട് ചെയ്യുന്ന ഒരു മെഷീനാണ്. അതായത് എന്താണ് കമ്പ്യൂട്ടർ മെമ്മറിയിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെമ്മറി എന്ന് പറഞ്ഞാൽ വി ക്യാൻ എയ്തർ റൈറ്റ് ഇൻ ടു ദ മെമ്മറി ഓർ വി ക്യാൻ റീഡ് സംതിങ് ഫ്രം ദ മെമ്മറി. ഇതേ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് അലൻ ട്യൂറിംഗ്. ഈ ട്യൂറിംഗ് മെഷീനാണ് പിന്നീട് അതിനുള്ള വഴി തെളിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ട്യൂറിംഗ് മെഷീൻ പിന്നീട് കമ്പ്യൂട്ടറിൻ്റെ വളർച്ചയിൽ വളരെയധികം സഹായിച്ചിരുന്ന ഒരു മെഷീനായിരുന്നു. അപ്പോൾ നമ്മൾ റീഡ് റൈറ്റ് മെമ്മറി എന്ന് പറയുന്നു. അപ്പോൾ മെമ്മറി ഹെഡ് നമ്മളിപ്പോൾ ശരിക്കും ഹാർഡ് ഡിസ്ക് ഒക്കെ ഇല്ലേ, ഹാർഡ് ഡിസ്ക് ഒക്കെ ഏകദേശം ഇങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഹാർഡ് ഡിസ്ക് ഇപ്പോഴും ഒരു മെറ്റാലിക് ഡിസ്ക്കാണ്. ആ ഡിസ്കിൻ്റെ മേലെ ഒരു ഹെഡ് വന്നിട്ട് ആ റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ചും കൂടി മുന്നേ നമ്മൾ മാഗ്നറ്റിക് ടേപ്സ് എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ലേ കുറച്ച് ഓൾഡർ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ആ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഒരു കൺസെപ്റ്റ്. ഇതാണ് അലൻ ട്യൂറിംഗ് പ്രപ്പോസ് ചെയ്ത മെഷീൻ. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പറയാനുള്ള ട്യൂറിംഗ്, അതായത് അലൻ ട്യൂറിങ്ങിനെ പറ്റി എന്തൊക്കെയാണ് പഠിച്ചത്? ഹി ഇൻട്രൊഡ്യൂസ് ദ ട്യൂറിംഗ് മെഷീൻ. പിന്നെ ഹി വാസ് ദ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതൊന്നും കൂടാതെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ട്. ഇതാണ് ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ 3 തരത്തിലുള്ള ആൾക്കാരാണ് ഉണ്ടാവുക. ഒന്ന് ഒരു ഇൻറ്ററോഗേറ്റർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വിസ് മാസ്റ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇയാളാണ് ക്വിസ് മാസ്റ്റർ. ഇതിൽ 2 കണ്ടസ്റ്റൻസ് ആണുള്ളത്, 2 പാർട്ടിസിപ്പൻസ് ആണുള്ളത്. ഒന്നൊരു ഹ്യൂമൻ ബീയിങ്ങും ഒന്നൊരു കമ്പ്യൂട്ടറും. അതായത് 2 പാർട്ടിസിപ്പൻസ് ആണ് ഈ മത്സരത്തിലുള്ളത്. ഒന്നൊരു കമ്പ്യൂട്ടറാണ്, ഒന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്ക് ഇത് എവിടെയാണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എവിടെയാണ് മനുഷ്യൻ ഇരിക്കുന്നതെന്ന് അറിയില്ല. 2
സ്ഥലത്തു നിന്ന് ആൻസർ വരുന്നുണ്ട്. അത് ഏതാണ് കമ്പ്യൂട്ടർ തരുന്ന ആൻസർ, ഏതാണ് ഹ്യൂമൻ ബീയിങ് തരുന്ന ആൻസർ എന്ന് ഇയാൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ആൻസറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ദ ഇൻ്ററോഗേറ്റർ ഷുഡ് പ്രിഡിക്റ്റ് ഹൂ ഈസ് ഹ്യൂമൻ ആൻഡ് ഹൂ ഈസ് ദ കമ്പ്യൂട്ടർ. അപ്പോൾ ഈ ആൻസർ എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുക? അതായത് ഏത് ചോദ്യം ചോദിച്ചാലും ഹ്യൂമണും കമ്പ്യൂട്ടറും ഒരേപോലത്തെ ആൻസർ, അല്ലെങ്കിൽ ഹ്യൂമണിനെക്കാട്ടിലും ഇൻ്റലിജൻ്റായ ആൻസർ എപ്പോഴാണോ കമ്പ്യൂട്ടർ തരുന്നത് അപ്പോഴേ ആ ഒരു കമ്പ്യൂട്ടർ ട്യൂറിംഗ് ടെസ്റ്റ് പാസ്സായി എന്ന് പറയാൻ പറ്റുള്ളൂ എന്നർത്ഥം. അപ്പോൾ ബൈ 2000 ഇങ്ങനത്തെ ഒരു പോസിബിൾ ആവും. അതായത് കമ്പ്യൂട്ടർ ക്യാൻ മിമിക് ഹ്യൂമൻസ് ഇൻ്റലിജൻസ് എന്നാണ് അലൻ ട്യൂറിങ് പ്രപ്പോസ് ചെയ്തത് ബൈ 2000. അപ്പോൾ അതായത് കമ്പ്യൂട്ടറിൻ്റെ ആൻസർ വിൽ ബി ആസ് ഇൻ്റലിജൻറ്റ് ആസ് ആൻ ഹ്യൂമൻ ബീയിങ്. അതാണ് ട്യൂറിംഗ് ടെസ്റ്റ്. അപ്പോൾ എപ്പോഴാണ് ഒരു ട്യൂറിംഗ് ടെസ്റ്റ് ഒരു കമ്പ്യൂട്ടർ പാസ്സായി എന്ന് പറയുന്നത്? ഈ ഇരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇൻ്ററോഗേറ്റർ ഉണ്ടല്ലോ, ഇയാൾക്ക് മനസ്സിലാവരുത് ഏത് ക്യാബിനിലാണ് ഹ്യൂമൺ ഇരിക്കുന്നത്, ഏത് ക്യാബിനിലാണ് കമ്പ്യൂട്ടർ ഇരിക്കുന്നതെന്ന്. ഈ ആൻസർ കേട്ടിട്ട് ഹി വിൽ ബി കൺഫ്യൂസ്ഡ്. ഇത് മനുഷ്യനാണോ ആൻസർ പറയുന്നത്, അതല്ല കമ്പ്യൂട്ടറാണോ ആൻസർ പറയുന്നതെന്ന് ഹി ഷുഡ് ബി കൺഫ്യൂസ്ഡ്. അപ്പോൾ ദ കമ്പ്യൂട്ടർ ഈസ് സെഡ് ടു ബി ആൻ ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നു. അപ്പോൾ ഇതേമാതിരി ഈ ഒരു ട്യൂറിംഗ് ടെസ്റ്റ് നിങ്ങൾ ക്യാപ്ച എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്യാപ്ച വരുന്നില്ലേ? ക്യാപ്ചേൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട്. അതാണ് ക്യാപ്ചേൻ്റെ ഫുൾ ഫോം. നമ്മൾ എന്തിനാണ് ഈ ക്യാപ്ച അടിക്കുന്നത്? അതായത് ഇടയ്ക്ക് സ്മോൾ ലെറ്റർ, വലിയ ലെറ്റർ, എന്തൊക്കെയോ ഇമേജസ്, ഇതിനൊക്കെയാണ് നമ്മൾ ക്യാപ്ച എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഫോമൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ ക്യാപ്ച കാണേണ്ടി വരിക. നമ്മൾ ഈ ക്യാപ്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ അല്ല, നമ്മൾ ഹ്യൂമൻ ബീയിങ് തന്നെയാണെന്ന് ആക്ച്വലി ഇറ്റ്സ് എ റിവേഴ്സ് ട്യൂറിംഗ് ടെസ്റ്റ്. കമ്പ്യൂട്ടറിനെ കൺവിൻസ് ചെയ്യിക്കാനാണ് നമ്മൾ ക്യാപ്ച യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപ്ച സ്റ്റാൻഡ്സ് ഫോർ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട് എന്ന് അർത്ഥം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ എളുപ്പമുള്ളൊരു പാഠമാണ്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഞാൻ ഗ്രൂപ്പിലിടാം. അപ്പോൾ നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ പാഠം നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. വായിച്ചതിന് ശേഷം നോട്ട്സും ഞാൻ ഗ്രൂപ്പിലിടാം. ഈ നോട്ട്ബുക്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ നോട്ട്ബുക്കിൽ നോട്ട്സ് പകർത്തി എഴുതുക. അതിനുശേഷം ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും റെഡിയായിട്ട് എഴുതുക. ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ 3 ദിവസത്തെ സമയം തരാം. അതിൻ്റെ ഉള്ളിൽ നോട്ട് എഴുതലും ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതലും കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്കത് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.